നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 1 തീയതി മുതൽ 7 വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരാഴ്ച ഗ്രഹങ്ങളുടെ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് ബുധൻ ഫെബ്രുവരി 3 തീയതി മകരം രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ശുക്രൻ ഫെബ്രുവരി 6 തീയതി കുംഭൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു മാറ്റമാണ്, രണ്ട് ഗ്രഹങ്ങളൊരു മാറ്റമാണ് പ്രധാനമായിട്ട് ഈ ഒരാഴ്ച പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗമടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ആഴ്ചയിലെ തുടക്ക ദിവസങ്ങൾ പൊതുവേ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രധാനമായി അവരുടെ ജോലിയിലെ തടസ്സം, മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളെ കൊണ്ടും മറ്റും തുടങ്ങാൻ ഉദ്ദേശിച്ചതോ മറ്റുമായിട്ടുണ്ടാകുന്ന കർമ്മ പദ്ധതികൾ തുടങ്ങാൻ ഇവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ തുടങ്ങുവാനുള്ള സാമ്പത്തികപരമായ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു യോഗവും കാണുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലഘട്ടമായി കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ തക്കമുള്ളതായ ധനം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു കരകയറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പുറമെ തന്നെ ദേഹസുഖങ്ങൾ, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൽ പുരോഗതി വന്നു ചേരാൻ ഒരു സമയമാണ്. ഗൃഹത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ്. പുതിയ ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇവർക്ക് ഉടലെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. എങ്കിലും ചില അപമാനങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാദമല്ലാത്ത കാര്യങ്ങൾ ചില കേൾക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊതുകാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നിലവിലെ വ്യാഴംപിഴ അതുപോലെ തന്നെ ശനിപ്പിഴ ദോഷശാന്തിക്കായിക്കൊണ്ട് ശാസ്താവെങ്കിലും വിഷ്ണുവെങ്കിലും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവർ ശ്രമിക്കുക. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം കാണുന്നു. അതുപോലെ തന്നെ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് പുതിയ ലോണ് പാസ്സാവാനും അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. അതുപോലെ തന്നെ കുറേ കാലമായി കടബാധ്യത കൊണ്ടും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നേരിയൊരു ആശ്വാസവും ഈ ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. തങ്ങൾക്ക് ലഭിക്കാനുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ ധനങ്ങളോ തിരിച്ച് ലഭിക്കാനുള്ള ഒരു സാധ്യതയും സൂചിപ്പിക്കുന്നു. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ദമ്പതികൾ തമ്മിലോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലോ അച്ഛനമ്മ മുതലായ ആൾക്കാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഉപരി പഠനത്തിലുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കുക വഴി തൊഴിൽ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയും സാമ്പത്തിക സുസ്ഥിരതയും ഉണ്ടാകാനും ഇട കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നുള്ള അനിശ്ചിതത്വമെല്ലാം പരിഹരിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് പോകാനുള്ള ചില അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. പ്രണയബന്ധം ഒക്കെയുള്ള ആൾക്കാർക്ക് അന്തിമമായിട്ട് വിവാഹത്തിലൊക്കെ കലാശിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉടലെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പുതിയ വിവാഹ ആലോചനകൾ നടത്തുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലം കൂടിയാണ്. 9 സൂര്യൻ അതുപോലെ തന്നെ ചൊവ്വ മുതലായ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ ഭയം, ഉത്കണ്ഠ, ടെൻഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഉടലെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതുകൊണ്ട് തന്നെ ധനപരമായ കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അനാരോഗ്യം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായിട്ടും നേത്ര സംബന്ധമായിട്ടൊക്കെയുള്ള ചില രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. ഇവർ പ്രധാനമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര, പിൻവിളക്ക് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അടുത്ത മിഥുന രാശിയാണ്. മിഥുന രാശി എന്ന് പറയുന്നത് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർന്നത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജന്മവ്യാഴം അതുപോലെ തന്നെ കണ്ട ശനിപ്പിഴ മുതലായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ബുധൻ്റെയും ശുക്രൻ്റെയും അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ കാര്യവിജയങ്ങൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വിജയിക്കുവാനും നേടിയെടുക്കാനും സാധിക്കുന്ന സമയമാണ്.
അതുപോലെ തന്നെ സന്താന സൗഖ്യങ്ങൾ വന്നു ചേരുക, ധനസമൃദ്ധി ഉണ്ടാകുക എന്നുള്ളൊരു ഫലവും, അതുപോലെ തന്നെ ഗൃഹലാഭം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുക, അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണാദി പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. എങ്കിലും ജന്മവ്യാഴം കണ്ട ശനിപ്പഴ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗത്തിൽ അല്പം ചില പ്രയാസങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. മുമ്പത്തെ സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ ഇവർക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. യാത്ര നിമിത്തം ചില ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണുന്നു. അലച്ചിൽ ഉണ്ടാവാനുള്ള യോഗം ആണ് പ്രധാനമായിട്ട് പറയേണ്ടത്. താൻ ചെയ്യാത്ത കാര്യങ്ങൾ തൻ്റെ മേൽ ആരോപണം ഉന്നയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. വാഹനങ്ങളിൽ നിന്നോ മറ്റോ അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമിതമായ ഉത്കണ്ഠ, ടെൻഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പലതരം കാണാച്ചെലവുകൾ നിമിത്തം പണത്തിന് അല്പം ഞെരുക്കവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. സുപ്രധാനമായ രേഖകളൊക്കെ ഒപ്പുവെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ പ്രത്യേകം ജാതക പരിശോധനയൊക്കെ നടത്തി യഥാവിധി പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ജന്മവ്യാഴമ്പഴ ദോഷാന്തിക്ക് വിഷ്ണുവിനും അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുക. അടുത്തത് കർക്കിടക രാശിയാണ്. കർക്കിടകൂർ എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ നക്ഷത്രമാണ്. ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഈ ആഴ്ച ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇവരുടെ ചില വാക്പ്രയോഗങ്ങൾ മറ്റുള്ളവർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ ഗുണങ്ങളാണ് ഈ ആഴ്ച കാണുന്നത്. യാത്രയിൽ നിന്നും ഇവർക്ക് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. പിതാവിൽ നിന്നോ പിതൃകുടുംബത്തിൽ നിന്നോ സാമ്പത്തികമായ സഹായങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഉപരിപഠനവുമായി തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ ചില പ്രതികൂല അനുഭവങ്ങൾ നേരിടുക നിമിത്തം ചില മനോദുഃഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട്. അത് ഇവരുടെ മനസ്സിനെ അലട്ടിയെന്നും വരാം. എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസം അതിനൊക്കെ തന്നെ ഒരു പരിഹാരവും വന്നു ചേരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രണയബന്ധമുള്ളവരിലും ചില അകൽച്ചയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കൻ, ടെൻഷൻ ഇവ കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല. എങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ തന്നെ ഒരു ശമനം വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ ഉള്ളവർക്ക് ഒരു പരിധിവരെ ബാധ്യത തീർക്കാനുള്ള ഒരു അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഉദ്യോഗങ്ങളിൽ പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾക്കുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. മേലധികാരികളുടെ ശാസ്ത്ര നിമിത്തമോ സഹപ്രവർത്തകരുടെ ശാസ്ത്ര നിമിത്തമോ ചില ടെൻഷനൊക്കെ അനുഭവിക്കാനുള്ള ചില സാധ്യത കാണുന്നു. വാഹനം സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ധനനഷ്ടം പോലുള്ള കാര്യങ്ങളും പറയുന്നതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുണ്ടാകുന്ന ചിലവുകൾ ഇവരും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും പണം, ബിസിനസ് മുതലായ കാര്യങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് പൊതുവേ നല്ലതല്ല. അനാവശ്യമായ ചിന്ത ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് നീങ്ങാൻ പ്രത്യേകം ശ്രമിക്കുക. നിലവിൽ വ്യാഴം 12 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. അടുത്ത മകവും പൂരോത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പൊതുവേ ഗുണകരമാണ്. സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ തുടങ്ങാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഉള്ള സമയമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടമോ പ്രവർത്തന വിജയമോ യാത്രാ ഗുണമോ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസമൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. എങ്കിലും ആഴ്ചയുടെ പകുതി എത്തുമ്പോൾ അല്പം ചില ധന സംബന്ധമായ രീതിയിലുള്ള ചില നഷ്ടങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്പം ആ സമയങ്ങളിൽ ശ്രദ്ധിക്കുക.
അമിതമായ ചെലവിൻ്റെ ഒരു ആവശ്യകതയൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ചില മുടക്ക് വന്നേക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ തൊണ്ട എല്ല് ഇതിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം ഒക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം. പ്രണയിനികൾ തമ്മിലും ചില വാഗ്വാദങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരും അതിലും ചെറിയൊരു മാറ്റവും ഇവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങൾ അനുകൂലമാണ്. മികച്ച വിജയം ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും ഈ ഒരാഴ്ച അനുകൂലത്തിൽ വന്നു ചേരാനുള്ള യാത്ര നന്നായി വരാനുള്ള ഒരു യോഗം തന്നെയാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ട് ബാധ്യതകൾ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ഒരു കാലം കൂടിയാണ്. എങ്കിലും അല്പമായ ചില മാനസിക ടെൻഷൻ ഇവരെ അലട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അത് പൊതുവെ ജോലി സംബന്ധമായ കാര്യങ്ങളാവാം. അതുമല്ലെങ്കിൽ തനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വേർപാടുകളെ കൊണ്ടും മറ്റും ചില ടെൻഷനൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗവും കാണുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം തിരികെ ലഭിക്കാൻ അല്പം കാലതാമസം നേരിടുമെങ്കിലും അത് ആഴ്ചയുടെ അവസാന ദിവസം ലഭിക്കാനുള്ളൊരു യോഗമുണ്ട്. അയൽക്കാരുമായോ സുഹൃത്തുക്കളുമായിട്ടോ അല്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങളും പ്രശംസകളും ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. ചില ഭാഗ്യഗുണങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ പ്രത്യേകിച്ചിട്ടും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, അതോടൊപ്പം തന്നെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. അടുത്ത കന്യാശിയാണ്. കന്യാശി എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ പ്രത്യേകിച്ചിട്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. ശത്രുക്കളുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ചെലവുകൾ നിമിത്തം സാമ്പത്തികപരമായി ചെറിയൊരു ഞെരുക്കം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. സന്താന സംബന്ധമായിട്ടും ചില മനക്ലേശങ്ങൾക്കുള്ളൊരു സാധ്യതയും സൂചിപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച, അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉടലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിതമായ ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ ഇവകളൊക്കെ ഉടലെടുക്കാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ജോലിയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ജോലിയിൽ പ്രവേശിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ അധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനും സ്ഥാനക്കയറ്റം, പ്രമോഷൻ ഇവയ്ക്കും ഒരു യോഗം കാണുന്നു. ജോലിയിലുണ്ടാകുന്ന പല മാനസിക അസ്വസ്ഥതകൾക്കും ഒരു പരിഹാരവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്നൊരു സമയമാണ്. മൂകാംബിക ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ മൂകാംബിക ഭജനൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക വിദ്യാക്ഷേമത്തിനായിക്കൊണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് തൊണ്ടയെയും എല്ലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് കാലിനെ ബാധിക്കാനും അതവരുടെ നടത്തത്തിനൊക്കെ ഒരു ബാധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ധന്വന്തരി ക്ഷേത്ര ദർശനം നടത്തുക. ധന്വന്തരി പൂജ മുതലായ കാര്യങ്ങൾ, മൃത്യുഞ്ജയ ഹോമം മുതലായ കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ചെയ്യാൻ ശ്രമിക്കുക. കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്നതാണ്. പുതിയ ലോണിന് അപേക്ഷിച്ചുള്ളവർക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളെ കൊണ്ട് അത് റിജക്റ്റ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. എങ്കിലും പരിശ്രമം തുടർന്ന് മുന്നോട്ട് നീങ്ങുക. ഇവർക്ക് നിലവിൽ കണ്ടകശനിപ്പഴ, വ്യാഴംപഴ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരും ശാസ്താ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്തത് തുലാവിൻ രാശിയാണ്. തുലാവിൻ രാശി എന്ന് പറഞ്ഞ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയ സംബന്ധമായ കാര്യങ്ങളിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്തരം ബന്ധങ്ങൾക്ക് എന്തെങ്കിലും ചില കല്ലുകടികളെ കൊണ്ടോ ചില വിള്ളലുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ശത്രുക്കളില്ലാത്ത ഉപദ്രവങ്ങൾ പ്രത്യേകം ഇവർ സൂക്ഷിക്കണം. എങ്കിലും മറ്റ് കാര്യങ്ങളിൽ അവർക്ക് വലിയ ദോഷങ്ങൾ കാണുന്നില്ല. സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. ചില സഹായ സഹകരണങ്ങൾ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചിട്ട് വാക്ക് വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ചില മനപ്രയാസങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ദുഷ്ടസംസർഗം കൊണ്ട് ചില അപവാദങ്ങളോ
അതുപോലെ തന്നെ മനസ്സിന് ദോഷം വരുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. രക്തദൂഷ്യമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഇവർ ശ്രദ്ധിക്കണം. പ്രണയബന്ധം ഉള്ളവരിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹം, അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം പോലുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. വിദ്യാക്ഷേമത്തിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലത്തിൽ വന്നു ചേരുന്നൊരു സമയമായിട്ട് കാണുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തികരമായിട്ട് മെച്ചങ്ങളാണ് കാണുന്നത്. മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങളും പ്രശംസകളും പിടിച്ചുപറ്റാനും ഈ ആഴ്ച സാധിക്കുന്ന സമയമാണ്. സർക്കാരിൽ നിന്നും മറ്റും ചില ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള യോഗമുണ്ട്. ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി പണം ധാരാളം ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇവർ പ്രത്യേകിച്ചിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അടുത്തത് വൃശ്ചിക രാശിയാണ്. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് മറ്റോ ചില സഹായ സഹകരണങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ചില വഴികൾ തെളിയുന്നതാണ്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കണ്ണിനെയോ ഹൃദയത്തിനോ ബാധിക്കുന്ന രീതിയിലുള്ള ശാരീരിക അവശത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ പിതൃതുല്യരായ വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത അനുഭവിക്കാൻ ഇട കാണുന്നു. അഗ്നിഹേതുകമായി മറ്റും അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. മാതാവിനോ അതുപോലെ പിതാവിനോ ആരോഗ്യ കാര്യങ്ങളിൽ സംബന്ധമായ ചില പ്രശ്നങ്ങളെ കൊണ്ട് മാനസിക വിഷമം ഉടലെടുത്തൊന്നും വരാം. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങൾ കാണുന്നില്ല. പ്രവർത്തനകത്തും വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് കാണുന്നില്ല. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. പരീക്ഷ മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുണ്ടാകുന്ന റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. തൊഴിൽ മേഖല അധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം, പ്രമോഷൻ മുതലായ കാര്യങ്ങളും ഈ ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. ജോലിയിലുണ്ടാകുന്ന പല മാനസിക അസ്വസ്ഥതകൾക്കും ഒരു പരിധിവരെ ശമനവും ഇവർക്ക് ലഭിക്കും. പൂർവ്വ സ്വത്ത് അധീനതയിൽ വന്നു ചേരാനുള്ള സമയം കൂടിയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. പുണ്യക്ഷേത്ര ദർശനങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. പിണങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിൽ എത്തിച്ചേരാനുള്ള യോഗം കൂടിയുണ്ട്. ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. പുതിയ വീടോ ഭൂമിയോ വാങ്ങാൻ ഇടവരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ചില അവസരങ്ങളുണ്ടാവും. അപ്രതീക്ഷിതമായ ധനലാഭങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും അഷ്ടമത്തിലെ വ്യാഴാഴ്ച ദോഷാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ധനക്കൂറാണ്. മൂലവും പൂരാട ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടുകൂടി വിടപെടാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസ പിടിച്ചുപറ്റാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഈ ആഴ്ച. യാത്ര കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. 2-ൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നേത്ര രോഗങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വഞ്ചനയിൽ ചെന്ന് ചാടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ്, നിയമസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനും സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില വഞ്ചനയും ധനനഷ്ടങ്ങളൊക്കെ ഈ ഒരാഴ്ച പറയുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവർ പ്രത്യേകിച്ചിട്ടും ശിവക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം പോലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ ജാതക ചിന്ത പ്രത്യേകം നടത്തി അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണ വിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ രാശിയാണ്. ഇവർക്ക് ജന്മരാശിയിലെ അതുപോലെ സൂര്യൻ, അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ ഇതൊക്കെ അല്പം പ്രതികൂലമാണ്. ബന്ധുക്കൾ തമ്മിൽ ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ധനസംബന്ധമായിട്ടാകുന്ന നഷ്ടകഷ്ടങ്ങൾ, കാര്യതടസ്സങ്ങൾ, രോഗാരിഷ്ടതകൾ, ശത്രുക്കളുടെ ഉപദ്രവം, തസ്കരഭയം ഇതൊക്കെയാണ് ദോഷമായിട്ട് പറയുന്നത്.
അല്പം ആയാസങ്ങൾ, യാത്രയുമായി ബന്ധപ്പെട്ട് ചില അലച്ചിൽ ഉണ്ടാവുക, ആരോഗ്യ സംബന്ധമായിട്ട് ക്ലേശങ്ങൾ, ഇതൊക്കെ ഈ ഒരാഴ്ച ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 6 വ്യാഴംപിഴ കൂടിയുള്ള ഒരു സമയം കൂടിയാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. എങ്കിലും ശുക്രൻ്റെയും ശനിയുടെയൊക്കെ ഒരു സ്ഥിതി അനുകൂലമായതുകൊണ്ട് ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നു. വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂല കാലമാണ്. തൊഴിൽ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനിടയില്ല. സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ്. സ്ത്രീകൾ നിമിത്തമോ മറ്റോ മാനഹാനി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുതരരായ ആൾക്കാരുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ചില മാനസിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അനാവശ്യമായ യാത്രകൾ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. പലതരം ചെലവുകൾ മൂലം പണത്തിന് അല്പം ഞെരുക്കം അനുഭവപ്പെടാനും ഇടയുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം തിരികെ ലഭിക്കാനും ചില കാലതാമസമാണ് കാണുന്നത്. പുതിയ ബിസിനസ്സിലും മറ്റും പണം കഴിയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ഈ ആഴ്ച ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സമയം നല്ലതല്ല. സുപ്രധാനമായ രേഖകളുടെ കോപ്പ് വെക്കുമ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ഗ്രഹങ്ങളുടെ പിഴവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവനെ ഭജിക്കുക, അതോടൊപ്പം തന്നെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ 3/4 ഭാഗവും അടങ്ങിയ രാശിയാണ്. പ്രതിസന്ധിയും അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ആശ്വാസം ലഭിക്കുന്ന ഒരു വാരമാണ്. എന്നാൽ മാതാവിന് ആരോഗ്യപരമായി ഉണ്ടാകുന്ന ചില അവശത സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില യാത്രാ തടസ്സങ്ങൾ കാണുന്നു. ചില യാത്രകൾക്ക് ഭംഗം വന്നു ചേരാനുള്ള സാധ്യതയും അതുകൊണ്ട് മനപ്രയാസങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. വീട്, വസ്തു ഇവ ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടാകുന്ന ചില വാർത്തകൾ പ്രതീക്ഷിക്കാം. ശാരീരികമായ അവശത ഇവർ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കണ്ണിന് അസുഖം, ഹൃദയാസ്വാസ്ഥ്യം, ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത്തരം ആൾക്കാർ ധന്വന്തരി പൂജ, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ അലട്ടിയിരുന്ന ജോലിയോ സംരംഭമോ ഏതെങ്കിലും പദ്ധതിയിൽ തടസ്സങ്ങളോ നേരിട്ടാനൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ ഏഴശനിപ്പഴ ദോഷാന്തിക്കായി കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീഴ്ച, അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും കരുതിയിരിക്കുക. അടുത്തത് മീനക്കൂറാണ്. പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രമടങ്ങിയ രാശിയാണ്. ബിസിനസ് നന്നായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നു. കർമ്മരംഗം വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഒരു സമയമാണ്. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില വമ്പന്മാരുമായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. സന്താന സംഘങ്ങളെ കൊണ്ടുണ്ടാകുന്ന മനോദുഃഖങ്ങൾക്കൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ യോഗമുണ്ട്. മേലധികാരികളുടെ അനുമോദനങ്ങളും പ്രശംസകളും ഇവർക്ക് പിടിച്ചു പറ്റാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നോ അല്ല മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്നോ ചില സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ആനുകൂല്യങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനം നടത്താനുള്ള ചില വഴികൾ ഇവർക്ക് വന്നു ചേരും. പിണങ്ങി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, അതുപോലെ തന്നെ കാമുകന്മാരൊക്കെ അനുകൂലത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. സംഗീത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, സംഗീതകാര്യം കലാപരമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കാൻ ഇടവരുന്ന സമയമാണ്. സ്വത്ത് സംബന്ധമായിട്ട് ആ തർക്കങ്ങൾ നിലവിലുള്ളവർക്ക് അത് രമ്യമായിട്ട് തന്നെ പരിഹരിക്കപ്പെടാനുള്ള വഴി തെളിയുന്നതാണ്. അതുപോലെ തന്നെ ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്ന ഒരു കാലമാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിജയം തന്നെയാണ് കാണുന്നത്. എങ്കിലും ജന്മശനി ഉള്ളതുകൊണ്ട് തന്നെ ശാസ്താവിന് നീരാഞ്ജനൊക്കെ ചെയ്ത് ഇവരെ പ്രാർത്ഥിക്കുക. കാര്യങ്ങളിൽ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുക. കാൽമുട്ട് വേദന, സന്ധികൾ തോറും വേദന, ബലക്ഷയങ്ങൾ, ഇതൊക്കെയാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത് നാളെ പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശാവഹാരങ്ങൾ, ഛിദ്രങ്ങൾ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പർ വാട്സപ്പ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാനൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ച വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.